പാഥയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. നമ്മൾ ഇന്ന് പോകുന്നത് വാഗമണ്ണിലേക്കാണ്. നമ്മൾ എല്ലാ തവണയും വാഗമണ്ണിലേക്ക് പോകുന്നത് ഈരാറ്റുപേട്ട തീക്കോയി വഴിയാണ് വാഗമണ്ണിലേക്ക് പോകുന്നത് അല്ലേ. എന്നാൽ ഇത്തവണ നമ്മുടെ യാത്ര കാഞ്ഞാർ പുള്ളിക്കാനം വഴിയാണ് വാഗമണ്ണിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കാഞ്ഞാർ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് നമുക്ക് പുള്ളിക്കാനത്തേക്ക് പോകാനുള്ള വഴി. അപ്പോൾ കാഞ്ഞാറിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് മുകളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ വെള്ളച്ചാട്ടം നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് കയറി പോകുമ്പോൾ വലതുവശത്താണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഒരു തോട് പോലെ ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ കുറച്ച് മുകളിൽ നിന്നാണ് ആ വെള്ളം ഒഴുകി വരുന്നത്. മഴക്കാലത്ത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. വണ്ടിയൊക്കെ നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. വിനോദ് ചേട്ടനും ഡെന്നിച്ചനും രഞ്ജിത്തേട്ടനും ഒക്കെ അവിടെ ഇറങ്ങി ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത് വന്നെങ്കിൽ ചിലപ്പോൾ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അകലേന്ന് അത് കാണാൻ പറ്റത്തില്ല. ഇവിടെ ജസ്റ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നോക്കി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്നാലും ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രധാനപ്പെട്ട 2 വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തേക്ക് നമ്മളെത്തും. ഇതാണ് ഈ റൂട്ടിലുള്ള ഏറ്റവും വലിയ 2 വെള്ളച്ചാട്ടം എന്ന് പറയാനായിട്ട്. നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നല്ല നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളായിരിക്കും ഇത് രണ്ടും. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്. ശരിക്കും മഴക്കാലത്താണ് ഈ 2 വെള്ളച്ചാട്ടങ്ങളും ഉഷാറാവുന്നത് കേട്ടോ. കാരണം നല്ല വെള്ളം ഉണ്ടാവും മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ. വേനൽക്കാലത്ത് തന്നെ വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. നല്ല മഴയുള്ള സമയത്താണെങ്കിൽ 2 വെള്ളച്ചാട്ടങ്ങളിൽ നല്ല വെള്ളം ഉണ്ടാവും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം കണ്ടോ, എന്തേരം പൊക്കത്തു നിന്നാണ് ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത് നോക്കി. അതിൻ്റെ മുകളിൽ മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ എൻഡ് പോലും കാണാൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ ആ റോഡിൽ നിന്ന് കാഞ്ഞാറിൽ നിന്ന് കയറി ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ തന്നെ നമുക്ക് മുന്നിൽ കാണാം ഇങ്ങനെ അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടമാണിത്. എന്തേലും ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴേ കല്ലിലൊക്കെ കയറി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക, നല്ല വഴുക്കലുണ്ടാവും. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും ഇന്നൊരു മഴ ദിവസമാണ്. അത്യാവശ്യം രാവിലെ മഴയൊക്കെ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ദൂരക്കാഴ്ചകളൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും കാണാം. ചില സമയത്ത് ഇങ്ങനെ മഞ്ഞ് കയറി വരുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതേ സമയത്ത് തന്നെ മഞ്ഞിറങ്ങി പോവുകയും ചെയ്യും അധികം താമസിക്കാതെ. ദൂരെ കണ്ടോ കോട കയറിയിട്ടുണ്ട്. ഈ റൂട്ടിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡും ഭയങ്കര പച്ചപ്പാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ഇതേ ഒരു വെള്ളച്ചാട്ടം, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം കാണാൻ പറ്റും മഴക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ. മഞ്ഞ് കണ്ടോ, ഇവിടെ മൊത്തം വെള്ളം നിറയും. ദൂരക്കാഴ്ചകളൊന്നും കാണാൻ വയ്യ. ഇടതുവശത്താണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇടതുവശമൊന്നും ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. മൊത്തം ഒരു വെള്ള കളർ മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ മഞ്ഞാണ്. ആ വണ്ടിയുടെ ചില്ലൊക്കെ താത്തിയിട്ടിട്ട് ആ മഞ്ഞിൻ്റെ തണുപ്പും ആ കാറ്റൊക്കെ ആസ്വദിച്ച് ഈ വഴി കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊരു ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. ശരിക്കും മഴക്കാലത്താണ് ഈ റൂട്ടിലൂടെയുള്ള യാത്ര ഏറ്റവും മനോഹരമാകുന്നത്. ആ മഞ്ഞ് കണ്ടോ, നമുക്ക് തൊട്ട് മുന്നിലുള്ള പോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കൊടും മഞ്ഞാണ്. എന്താ ഭംഗിയല്ലേ മഞ്ഞ് കയറി കിടക്കുന്നത്. വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കണമല്ല, സ്ലോ ചെയ്ത് പോകുന്ന.
അങ്ങനെ നമ്മൾ ചാത്തൻപാറ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് കാലാവസ്ഥ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് നമ്മൾ കയറി വന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയാണ് നമ്മൾ കയറി വന്നത്. താഴെ കാണുന്ന മൂലമറ്റം ടൗണാണ്. പവർ ഹൗസൊക്കെ ഇവിടെ വന്നാൽ കാണാൻ മഞ്ഞില്ലെങ്കിൽ, മഞ്ഞുണ്ടെ ഒന്നും കാണാൻ പറ്റത്തില്ല, ഒരു വെള്ള കളർ മാത്രമായിരിക്കും. ഇത് പുതിയ വിഷ്വലാണ് കേട്ടോ. അതായത് ഞാൻ ഈ ചാത്തൻപാറയുടെ വിഷ്വൽ കാണിക്കുന്നത് ഞാൻ ഇതിലൂടെ 2-3 തവണ പോയായിരുന്നു. അപ്പോൾ പല തവണയായിട്ട് എടുത്ത വിഷ്വലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് എടുത്ത വിഷ്വലാണ്. ഇവിടെ ഇപ്പോൾ കൈവരികൾ വെച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ചാത്തൻപാറയെ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈയിടെയും ഒരു 2-3 മാസം മുമ്പ് ഒരാൾ ആ കെട്ടിൽ നിന്ന് താഴെ പാറയിലേക്ക് വീണ് മരിച്ചായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ കൈവരികളൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ കൈവരികളുണ്ട്. മൂലമറ്റം ടൗണാണ് ആ കാണുന്നത് കേട്ടോ. പവർ ഹൗസ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ദൂരെ മലയിൽ വൈദ്യുതി വിതരണത്തിനായിട്ടുള്ള കേബിളുകളും ഒക്കെ കാണാം. അങ്ങ് ദൂരെ അവിടെ ഒരു മലയുടെ അടുത്തൊരു അമ്പലമാണെന്ന് തോന്നുന്നു. ഇതാണ് മിത്തുകൾ ഉറങ്ങുന്ന ചാത്തൻപാറ. ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നും അതെന്തോ ഒരു ശാപം കൊണ്ടാണെന്നും ഒക്കെ അവരുടെ കഥ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഒരാൾ പുല്ലുവെട്ടാൻ പോയപ്പോൾ ഇവിടെ പാറ വീണ് മരിച്ചുവെന്നും അതിനുശേഷമാണ് ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും ഒക്കെ കഥകളിങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ശരിക്കും മഴക്കാലത്തൊരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ പാറയ്ക്കൊക്കെ. അതിൽ ആ പുല്ലുകളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ആ മഞ്ഞൊക്കെ കയറി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. ഇതൊരു മഴക്കാലത്ത് എടുത്ത വിഷ്വലാണ്. ആ പുല്ലിലുണ്ടായിരിക്കുന്ന പൂക്കളൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ശരിക്കും കോട കയറി ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും കേട്ടോ. വെള്ളം ഒഴുകി വരുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഉണ്ടോ, മഞ്ഞ് വന്നപ്പോഴത്തേക്കും ആ മൊത്തം വ്യൂ മാറുന്നുണ്ടോ, മൊത്തം കോട കയറി. ഈ സമയത്ത് ഇങ്ങനെ വണ്ടിയിലും കൊണ്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. തൊട്ട് മുന്നിലുള്ള പോലെ ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നിലുള്ള പോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുപോലെ മഞ്ഞാണ്. വളരെ പെട്ടെന്നായിരിക്കും മഞ്ഞ് കയറി വരുന്നത്. ഇത് താഴെ ഇപ്പം മഞ്ഞ് കയറിയേക്കുന്നുണ്ടോ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതല്ലേ മൂലമറ്റം ടൗണും ഭാഗങ്ങളൊക്കെ. ഇപ്പം അങ്ങോട്ട് നോക്കിയാൽ വല്ലതും കാണാൻ പറ്റുമോ നോക്കി, മൊത്തം വെള്ള കളർ മാത്രം. ഇതാ കൈവരികൾ സ്ഥാപിക്കുന്ന സമയത്ത് എടുത്ത വിഷ്വലാണ്. ഇവിടെ ഒരുപാട് പേര് വീണ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചാത്തൻപാറയുടെ കാഴ്ചകളിൽ നിന്നും വീണ്ടും പുള്ളിക്കാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാനം വഴി വാഗമൺ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് വീതിയുള്ള വഴിയൊന്നുമല്ല, എന്നാലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല വഴിയൊക്കെ തന്നെയാണ്, വീതി കുറവാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തീക്കോയി വാഗമൺ വഴി വരുന്നതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ വഴിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മഴക്കാലത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ല കോട ഉണ്ടാവും, മൊത്തം ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ നല്ല മൊത്തത്തിലൊരു വൈബ് തരുന്നൊരു വഴിയാണിത്. ആ മഞ്ഞുണ്ടോ, ശരിക്കും കോട കയറി കിടന്നിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥകൾ ഞങ്ങൾക്ക് വന്നായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടു, കാരണം ഒന്നും കാണാൻ വയ്യ. മഞ്ഞുണ്ടോ, തൊട്ട് മുന്നിലുള്ള പോലും കാണാൻ വയ്യ. അതൊരു വണ്ടി വരുന്നതാണോ പോകുന്നതാണോ, ആ വണ്ടി വരുന്നതാണ്. ഇത് തൊട്ട് മുന്നിലൊരു വണ്ടി വരുന്നുണ്ടോ, എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് കാണാൻ പറ്റുന്നതെന്ന് നോക്കി. വാവ്, കൊള്ളാം അല്ലേ. ഈ വഴിക്കൂടി ഒരു ബൈക്ക് റൈഡ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആ കാറ്റൊക്കെ അടിച്ച് ആ മഞ്ഞൊക്കെ ഫീൽ ചെയ്ത് വാവ്, അടിപൊളിയായിരിക്കും അല്ലേ. ശരിക്കും ഒരുപാട് റൈഡേഴ്സൊക്കെ ഇതിലൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നിന്നപ്പോൾ കണ്ടായിരുന്നു കുറേ പേര് ബൈക്കുമായിട്ട് വരുന്നത് കണ്ടായിരുന്നു. ദൂരക്കാഴ്ചകളൊക്കെ വളരെ കുറവാണ്, ചുറ്റും ഒരു വെള്ള കളറ് മാത്രം. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചായ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് സമയം റോഡ് സൈഡിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു, മഞ്ഞ് ആസ്വദിച്ചു, കാറ്റ് ആസ്വദിച്ചു. അതിനുശേഷം വീണ്ടും മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. 2 സൈഡും ഫുള്ള് പച്ചപ്പാണ്. ശരിക്കും ഈ റൂട്ടിൽ കുറേ അധികം വ്യൂ പോയിന്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ഉള്ളിലേക്ക്, അതായത് നമ്മളിപ്പോൾ റോഡ് വഴി നേരെ പോകുമല്ലേ ചെയ്യുന്നത്, ഈ സൈഡിൽ നിന്നൊക്കെ പല സ്ഥലത്തേക്ക് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഉള്ള പല സ്ഥലങ്ങളിലൂടെ മുകളിലേക്കൊക്കെ കയറിപ്പോയാൽ പല വ്യൂ പോയിന്റുകൾ ഉണ്ടെന്നാണ്. അവിടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കാഴ്ചകൾ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് കയറിപ്പോകേണ്ടത്, അവിടെ ബോർഡുകളൊന്നുമില്ല. നമുക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് അങ്ങോട്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് സ്ഥലം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഞങ്ങൾക്ക് വഴി എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നത് കൊണ്ട് നമ്മൾ അത്തരം വ്യൂ പോയിൻറ്റുകളിലേക്കൊന്നും കയറി പോയില്ല. 3-4 വ്യൂ പോയിൻറ്റുകൾ ഈ റൂട്ടിൽ തന്നെ ഉണ്ട്. എന്തായാലും ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നിന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി നിന്നപ്പോൾ കോടയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടോ മഞ്ഞ് കയറി വരുന്നുണ്ടോ, എന്ത് പെട്ടെന്ന് മഞ്ഞ് കയറി വരുന്നതെന്ന് നോക്കി. ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോൾ വണ്ടി കൊണ്ട് ചവിട്ടിയ സമയത്ത് മഞ്ഞൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് കയറി വരുന്നുണ്ടോ. അതുപോലെ തന്നെ ഇത് പോവുകയും ചെയ്യും കേട്ടോ ചിലപ്പോൾ. എന്തായാലും ഈ റൂട്ട് കൊള്ളാം കേട്ടോ, കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ റൂട്ട് തന്നെയാണ്. പക്ഷേ ഒരുപാട് ഭയങ്കരമായ കാഴ്ചകളൊന്നുമല്ല. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ റൂട്ട് പിടിക്കാവുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ഇറങ്ങി ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് മഞ്ഞൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയവർക്ക് പോകാൻ പറ്റിയ റൂട്ട് തന്നെയാണ് കാഞ്ഞാർ പുള്ളിക്കാനം വഴി വാഗമൺ. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പുണ്ട്, വേണമെങ്കിൽ ഇറങ്ങുന്ന ഒരു ചായയൊക്കെ കുടിക്കാം. അങ്ങനെ നമ്മളിതാ എസ് വളവ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കെട്ടുണ്ട്, ആ കെട്ടെന്ന് പറയുന്ന റോഡാണ്, അതിന് മുകളിൽ കൂടെയാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇത് ശരിക്കും എസ് പോലെ തന്നെ ഇരിക്കുന്നൊരു വളവാണ്, കണ്ടോ. കൊടും വളവ് എന്ന് പറഞ്ഞാൽ കൊടും വളവ്, കണ്ടോ വളവ് കണ്ടോ, എസിൻ്റെ ഷേപ്പിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് എസ് വളവ് എന്ന് പേര് വന്നത്. അതാ ദൂരെ കാണുന്ന ഇല്ലിക്കക്കല്ലാണ് കേട്ടോ. ശരിക്കും ഇവിടെ എസ് വളവിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു നല്ലൊരു ദൃശ്യം നമുക്ക് ആസ്വദിക്കാം. അതും മഞ്ഞില്ലെങ്കിൽ, മഞ്ഞുണ്ടെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഫോട്ടോ എടുക്കാനും പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. നല്ല ഭംഗിയാണ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ. അതുകൊണ്ട് അവിടെ തകർത്ത് ഫോട്ടോ സെഷൻ നടക്കുകയാണ്. ഇല്ലിക്കക്കല്ലിലേക്ക് മഞ്ഞ് കയറി വരുന്നത് കണ്ടോ. ചിലപ്പോൾ ഇവിടെ പെട്ടെന്ന് വന്ന് മഞ്ഞ് മൂടും, ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും ഇപ്പോൾ അത്യാവശ്യം ഇല്ലിക്കക്കല്ലാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. ഇതുകൊണ്ടോ, ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേക്ക് മഞ്ഞ് കയറി വന്നതാണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഇല്ലിക്കക്കല്ലൊക്കെ ഉള്ള ഭാഗമാണ്. അത് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ. അതുപോലെ മഞ്ഞ് കയറി വന്നിട്ടുണ്ട്. എസ് വളവിൻ്റെ മഞ്ഞ് കയറിയപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട എസ് വളവാണ്, സെയിം അതേ സ്ഥലം ആണോ. മഞ്ഞ് കയറിയപ്പോൾ ഒന്നും കാണാൻ വയ്യ. അതുപോലെയാണ് ഇവിടെ ഈ മഴക്കാലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ടായിരിക്കും ഇവിടെ മഞ്ഞ് കയറി വരുന്നത്. നമ്മൾ താഴെക്കടെ വണ്ടി പോകുന്നതാണ്, അപ്പോൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലിക്കക്കല്ലിൻ്റെ ഒന്നും കാണാൻ പറ്റത്തില്ല, വെള്ള കളർ മാത്രം. ചിലപ്പോൾ കുറച്ച് സമയം നിന്നാൽ ഇതുപോലെ തന്നെ കോട ആ സമയത്ത് ഇറങ്ങിയും പോകും കേട്ടോ. അങ്ങനെ അവിടെയും കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇല്ലിക്കക്കല്ലിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ച ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me, is it me, am I deluding? അങ്ങനെ നമ്മളിതാ പുള്ളിക്കാനത്തേക്ക് എത്തുകയാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാനത്തേക്ക് എത്തുന്നതിൻ്റെ ലക്ഷണമാണത്. പുള്ളിക്കാനത്താണല്ലോ തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ളത്. ഈ തേയിലത്തോട്ടങ്ങൾക്കും ഈ ലയങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഭംഗിയാണല്ലേ. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം മഞ്ഞൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ് മാറി മാറി വരുന്നത്. പിന്നെ ഈ റൂട്ടിൽ ഞാൻ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ശരിക്കും മഴക്കാലത്ത് വന്നാലേ വ്യൂ പോയിന്റുകൾ നമുക്ക് അറിയാമെങ്കിലും അവിടെയൊക്കെ കയറിയാൽ നമുക്ക് ദൂരക്കാഴ്ചകളൊന്നും കിട്ടണമെന്നില്ല. ഇത് തേയില നുള്ളുന്ന ആൾക്കാരാണ്, ജോലി കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വ്യൂ പോയിന്റ് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കയറാതിരുന്നതെന്ന് പറഞ്ഞില്ലേ. ശരിക്കും അറിയാമെങ്കിലും ഈ സമയത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. വെറുതെ കയറാം നോക്കാമെന്നുള്ളതല്ലാതെ നമുക്ക് ദൂരക്കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം മൊത്തം മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും, ഒരു വെള്ള കളർ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഈ മഴക്കാലത്ത് ഈ സീസണിൽ ചിലപ്പോൾ ആ വ്യൂ പോയിന്റുകൾ അത്ര നല്ലതായിരിക്കും തോന്നുന്നില്ല. ഒന്നെങ്കിൽ അതിരാവിലെ വരണം, അല്ലെങ്കിൽ
വൈകുന്നേരമായിരിക്കും കുറച്ചുകൂടെ കാണാൻ പറ്റിയ സമയം. മഴക്കാലത്തല്ല, അല്ലാത്ത സമയത്ത് വരുമ്പോൾ. തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയുണ്ടോ? ശരിക്കും ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും പച്ചപ്പും ഒക്കെ എന്തേരം കണ്ടാലും നമുക്ക് മതിയാവില്ലല്ലേ. ഇതൊക്കെയാണ് ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നല്ലേ. വീണ്ടും ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം വന്നപ്പോൾ ഒന്ന് ചവിട്ടിയതാണ്. വലിയ മഞ്ഞൊന്നുമില്ല. അപ്പോൾ ഈ കാഞ്ഞാറ് പുള്ളിക്കാനം വഴി വാഗമണിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു റൂട്ടാണ്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാം, പ്രകൃതി ഭംഗി ആസ്വദിക്കാം, മഞ്ഞ് ആസ്വദിക്കാം, കാറ്റ് ആസ്വദിക്കാം. അങ്ങനെ കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റിയൊരു റൂട്ടാണ് കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പോകുന്ന വഴികളിൽ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് പോവുക. ഓരോ കാഴ്ചകളും ഓരോ നിമിഷവുമാണ് പിന്നീട് നമുക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന മെമ്മറികളായി നമ്മളിൽ അവശേഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓരോ യാത്രകളുടെയും ഓരോ നിമിഷങ്ങളുമായിരിക്കും. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് തരുന്നത്. ആ കാണുന്ന തേയിലത്തോട്ടങ്ങൾ. ആ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ സൈഡിൽ കയറി നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച ഉണ്ടോ? എന്ത് രസമല്ലേ. നോക്കത്താ ദൂരത്തോളം തേയിലത്തോട്ടങ്ങൾ. രഞ്ജിത്തേട്ടനും ടെൻഷനൊക്കെ കയറി നിന്ന് ചറവറ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഈ റൂട്ടിലുള്ളത് കേട്ടോ. ശരിക്കും നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സ് നിറയുക എന്നൊക്കെ പറയില്ല. എന്ന് പറയുന്നത് പോലെ തന്നെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഈ കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ടിൽ നമുക്കായിട്ട് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്നും മിസ് ചെയ്യാതെ പോകേണ്ട ഒരു യാത്ര തന്നെയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്തായിരിക്കും ആ റൂട്ടിന് കുറച്ച് അധികം ഭംഗിയുണ്ടാകും. പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും മഞ്ഞും കാറ്റും എല്ലാം കൂടെ കൂടിയിട്ടൊരു നല്ല രസമായിരിക്കും ആ സമയത്ത്. വേനൽക്കാലത്ത് പക്ഷേ ഈ വെള്ളച്ചാട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പുള്ളിക്കാനത്ത് വന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ ഒരു കടയിൽ കയറുന്നതാണ്. ഇന്ന് തിരക്ക് കുറവുള്ളൊരു ദിവസമാണ്. ഞങ്ങളൊരു ഇട ദിവസമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവെ തിരക്ക് കുറവായിരുന്നു. ഈ റൂട്ടിൽ അവധി ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിലൊക്കെ തിരക്ക് കുറച്ച് കുറവായിരിക്കും കേട്ടോ. നമ്മൾ വാഗമൺ റൂട്ട് തീക്കോയി റൂട്ടിൽ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമല്ലോ. മറ്റുള്ള വണ്ടികളും എല്ലാം. ഇതിലൂടെ വണ്ടികളും കുറവാണ്, യാത്ര പോകുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തോടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വരാം. ഒരുപാട് ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാനായിട്ട് പറ്റും. പുള്ളിക്കാനത്ത് നിന്ന് വീണ്ടും നമ്മളിതാ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ. ഈ ഭാഗത്തൊക്കെ കുറേ റിസോർട്ടുകളുണ്ടെന്ന് തോന്നുന്നു. കുറേ പരസ്യ ബോർഡുകളൊക്കെ വഴി സൈഡിൽ കണ്ടായിരുന്നു റിസോർട്ടുകളുടെ. എന്നാലും പുള്ളിക്കാനം തൊട്ട് വാഗമണിലേക്കുള്ള വഴി സൂപ്പറാണ്. നല്ല BMBC ടാറിങ് ആണ്. നമ്മൾ കാഞ്ഞാർന്ന് പുള്ളിക്കാനം വരെ അത്ര നല്ല ടാറിങ് ഒന്നും അല്ലായിരുന്നു. ഇത്രയും നല്ല വഴിയല്ലായിരുന്നു. എന്നാലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴി തന്നെയാണ്. ഇത്രയും നല്ലതല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുള്ളിക്കാനത്തിൻ്റെയും കാഞ്ഞാറിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ട് നമ്മളിതാ വാഗമണിലേക്ക് എത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മലയിറങ്ങുവാണ്. നമ്മളിപ്പോൾ തീക്കോയി വഴിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നത്. ഈ പുലി നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. മഞ്ഞ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. മഞ്ഞിൻ്റെ അവസ്ഥ ഉണ്ടോ? വണ്ടിയൊക്കെ തൊട്ടടുത്ത് വന്നെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലത്തെ മഞ്ഞാണ്. ഉണ്ട് അവിടെ ഒരു പാറക്കെട്ട്, ആ മല ഉണ്ടെന്ന് പോലും കാണാൻ പറ്റത്തില്ല. അതുപോലത്തെ ഭീകര മഞ്ഞ്. വണ്ടി ലൈറ്റിട്ട് വന്നെങ്കിൽ പോലും കാണാൻ പറ്റത്തില്ല.
അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ട്രിപ്പ് മാത്രമായിരുന്നു. നമ്മൾ കാഞ്ഞാറ് നിന്ന് പുള്ളിക്കാനം വഴി വാഗമണിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പ് മാത്രമായിരുന്നു ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കാഞ്ഞാറ് നിന്ന് പുള്ളിക്കാനം വഴി വാഗമണിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. മറ്റ് വ്യൂ പോയിൻറ്റ്സുകളൊന്നും തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ലായിരുന്നു. ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ ഏതിലൂടെയാണ് കയറി പോകേണ്ടതെന്നൊന്നും നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതുവഴി നമ്മൾ ആ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.